കത്തോലിക്ക സഭയും VHPയും BJPയും തമ്മിലുള്ള പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. അതൊരു പക്ഷേ നാളെയോ നാളത്തെ കഴിഞ്ഞോ ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിൽ ഇവിടുന്ന് കുറച്ച് നേതാക്കൾ അങ്ങോട്ട് പോകുന്നു, അവിടെ ചെന്ന് സംസാരിക്കുന്നു, ഞങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നു, ചില വാഗ്ദാനങ്ങൾ തിരിച്ചു കൊടുക്കുന്നു, ഈ പ്രശ്നം തീരും. കാരണം കത്തോലിക്ക സഭയുടെ നോർത്ത് ഇന്ത്യയിലെ സ്വത്തുക്കൾക്ക് നേരെയുള്ള സർജിക്കൽ സ്ട്രൈക്കാക്കി മാറ്റാൻ വേണമെങ്കിൽ BJPക്ക് കഴിയും. അതിൽ കോംപ്രമൈസ് ചെയ്യാനായിരിക്കും കത്തോലിക്ക സഭ ശ്രമിക്കുക. അതവിടെ തീരും. കാരണം കത്തോലിക്ക സഭയ്ക്ക് മതപരിവർത്തനം അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം എന്ന ഒരു അജണ്ട പറയാനുള്ള ധൈര്യം പോലുമില്ല. പക്ഷേ അങ്ങനെയല്ല നോർത്ത് ഇന്ത്യയിലെ ദളിതരായ മനുഷ്യരുടെ കാര്യം. കാണ്ടമാനിൽ 2008 100 ക്രൈസ്തവരെയാണ് കൊന്നത്. അതിനുശേഷം എത്ര സ്ഥലങ്ങളിൽ, ഒറീസയിൽ, ഛത്തീസ്ഗഡിൽ, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഛത്തീസ്ഗഡ്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് അവിടുത്തെ ദളിതരായ മനുഷ്യർ, മതപരിവർത്തനം എന്ന മനുഷ്യർ പേടിച്ച് ജീവിക്കുകയാണ്. ആ വിഷയത്തിൽ ആരിടപെടും?